ഹലോ സ്റ്റുഡൻസ്, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ CA ഇന്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ചും CA ഇന്റർ സ്റ്റുഡൻസ്. ഇപ്പോൾ CA ഇന്റർ സ്റ്റുഡൻസിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ ഇൻഷുറൻസ് ക്ലെയിം ചാപ്റ്ററിൽ ഇതുവരെ എക്സാമുകൾക്ക് വരാത്ത രീതിയിലുള്ള ഡിഫറെൻറ്റ് പാറ്റേണിൽ തന്നിരിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ്. സോ നമ്മുടെ ടോപ്പിക് ഇൻഷുറൻസ് ക്ലെയിം ചാപ്റ്റർ, സ്റ്റഡി മെറ്റീരിയൽ, പ്രത്യേകിച്ചും CA ഇന്റർ സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ഇൻഷുറൻസ് ക്ലെയിം ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുടെ വീഡിയോ അല്ല. ആ 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി തരാനുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ കണ്ടന്റ് നോക്കാം. അതിൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ക്ലെയിം അണ്ടർ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. അപ്പോൾ ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി അല്ല, ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയാണ്. പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഡെംനിറ്റി പീരീഡ് 13 months. പോളിസി എമൗണ്ട് സം ഇൻഷുർഡ് 2 lakhs. ലാസ്റ്റ് ടേൺ ഓവർ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് 31st December 2011 12 lakhs. അപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ ടേൺ ഓവർ 12 lakhs ആണ്. ദെൻ അടുത്ത ഇൻഫർമേഷൻ ഗ്രോസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നെറ്റ് പ്രോഫിറ്റിനോട് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,14,000, giving a gross profit rate of 20%. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആഡ് ചെയ്തു. അപ്പോൾ അതാണ് സബ്ജക്ട് മാറ്റർ. പോളിസിയുടെ സബ്ജക്ട് മാറ്റർ അതാണ്. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 12 lakhs ഇൻറ്റു 100 തന്നെയാണ് GP റേറ്റ് 20%. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിങ് ചാർജസ്. നെറ്റ് പ്രോഫിറ്റിനോട് ലാസ്റ്റ് ഇയറിൻ്റെ നെറ്റ് പ്രോഫിറ്റിനോട് എല്ലാ ഫിക്സഡ് എക്സ്പെൻസസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2,90,000 ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് 2,40,000 ആണ്. അപ്പോൾ ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2,90,000 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് 50,000 ആണ്. ഫയർ റെക്കോർഡ് ഓൺ 31st March 2012 ആണ്. 31st March 2012 31st March 2012 ആണ്. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ് 31st December 2011 ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തിന് ശേഷമാണ് ഫയർ ഉണ്ടാവുന്നത്. ആൻഡ് എഫക്ട് ബിസിനസ് ഫോർ 6 months. ടേൺ ഓവർ ഫോർ 12 months ended 31st March 2012. അപ്പോൾ 31st March 2012 ഫയർ ഉണ്ടാവുന്നത്. അപ്പോൾ 31st March 2012 അവസാനിക്കുന്ന 12 മാസത്തെ സെയിൽ 11,70,000 ആണ്. 11,70,000. അപ്പോൾ ഡിസോർഡർ പീരീഡ് 31st March 2012 മുതൽ 6 മാസത്തേക്കാണ്. ദാറ്റ് ഈസ് 30th September 2012 വരെയാണ്. അപ്പോൾ ടേൺ ഓവർ 1 for 2011 to 39 2011, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. ലാസ്റ്റ് ഇയറിന്റെ കറസ്പോണ്ടിങ് പീരീഡിലുള്ള ടേൺ ഓവർ 5 lakhs ആണ്. സാധാരണ ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്, ഷോർട്ട് സെയിൽസ് ഒക്കെ. ബട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, GP റേറ്റ് തന്നിട്ടുണ്ട്, ഷോർട്ട് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ ഡിസോർഡർ പീരീഡിലെ സെയിൽ 3 lakhs ആണ്. അപ്പോൾ ഷോർട്ടേജ് 2 lakhs. സെയിൽസ് അമൗണ്ടിങ് rupees 1,60,000 generated in period 1 for 2012 to 39 2012 means ഡിസോർഡർ പീരീഡിൽ സെയിൽസ് 1,60,000 ഉണ്ടാവാൻ കാരണം അഡീഷണൽ എക്സ്പെൻസസ് ആയ 30,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. 30,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അഡീഷണൽ എക്സ്പെൻസസ് ആയ 30,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള സെയില്, ഡിസോർഡർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള സെയിൽ 1,60,000 ആണ്. ഡിസോർഡർ പീരീഡിലുള്ള ടോട്ടൽ സെയിൽസ് ഡിസോർഡർ പീരീഡിലുള്ള ടോട്ടൽ സെയിൽസ് 3 lakhs ആണ്. ആ 3 lakhsന്റെ അകത്ത് 1,60,000 ഉണ്ടാവാനുള്ള റീസൺ അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സേവിങ്സ് ഇൻ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് rupees 10,000. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ ടു കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല,
സിമ്പിളാണ്. ഇൻഷുറബിൾ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 12 months സെയിൽസിന്റെ GP ഇതൊന്നും തന്നിട്ടില്ല, അതൊക്കെ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ടോപ്പിക്ക് ക്ലാസ് തരുമ്പോൾ തന്നെ ഒരു നല്ല ഓർഡറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യുകയുണ്ട്. അപ്പോൾ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഡെംനിറ്റി പീരീഡ് തന്നിട്ടുണ്ട്, ഡിസോർഡർ പീരീഡ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് തന്നിട്ടുണ്ട്, ഷോർട്ട് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓഫ് പ്രോഫിറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യേണ്ട ലോസ് ഓഫ് പ്രോഫിറ്റിനോട് ഇൻഷുർ ചെയ്ത ഫിക്സഡ് എക്സ്പെൻസസിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസിന്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആഡ് ചെയ്യേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അത് അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ഇൻഷുറബിൾ എമൗണ്ട് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 months അഡ്ജസ്റ്റ് സെയിൽസിന്റെ GP കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്നും ഡയറക്റ്റ് ആയിട്ട് തന്നില്ല. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ഇൻഷുറബിൾ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ബാക്കിയുള്ള എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ റെഗുലർ ക്ലാസ്സുകളൊക്കെ തരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ സ്റ്റൈലിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു റെഗുലർ ക്ലാസ്സുകളിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒരു ഹെഡ് വേണം, ഹെഡിങ് വേണം, സ്റ്റേറ്റ്മെന്റ് ഫോർ കാൽക്കുലേറ്റിംഗ് claim for loss of profit policy. Loss of profit policy. ഒരു പെർട്ടിക്കുലർ കോളം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്റ്റേറ്റ്മെന്റിൽ 1 by 1 ആയിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യേ വേണ്ടു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇൻഡെംനിറ്റി പീരീഡും ഡിസോർഡർ പീരീഡും മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ ഇൻഡെംനിറ്റി പീരീഡ് ഇൻഡെംനിറ്റി പീരീഡ് 13 months. പോളിസിയിൽ മെൻഷൻ ചെയ്ത ഇൻഡെംനിറ്റി പീരീഡ് 13 months ആണ്. 13 months. ഡിസോർഡർ പീരീഡ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, എസ്യൂം ചെയ്യേണ്ടതില്ല. ഡിസോർഡർ പീരീഡ് 6 months. നമ്മൾ അടുത്ത ഫോളോ ചെയ്തിരുന്ന സ്റ്റെപ്പ് GP റേറ്റിന്റെ കാൽക്കുലേഷൻ ആയിരുന്നു, ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഈ പോളിസി എടുക്കുമ്പോൾ ഇതിന്റെ സബ്ജക്ട് മാറ്റർ ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് ആണ്, GP ആണ്. ലാസ്റ്റ് ഇയറിന്റെ GP ആണ് സബ്ജക്ട് മാറ്റർ. അപ്പോൾ GP റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല, ഈ ക്വസ്റ്റനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോറി നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഷോർട്ട് സെയിൽസിന്റെ കാൽക്കുലേഷൻ ആണ്. ഷോർട്ട് സെയിൽസിന്റെ കാൽക്കുലേഷൻ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റാൻഡേർഡ് സെയിൽസ് അതായത് ഡിസോർഡർ പീരീഡിന്റെ കറസ്പോണ്ടിങ് പീരീഡ് ആയിട്ടുള്ള ലാസ്റ്റ് ഇയറിന്റെ കറസ്പോണ്ടിങ് പീരീഡിലുള്ള സെയിൽ 5 lakhs ആണ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഡിസോർഡർ പീരീഡിൽ 3 lakhs ആണ് ഷോർട്ട് സെയിൽസ് തന്നിട്ടുണ്ട്. ട്രെൻഡിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസും ഈ ക്വസ്റ്റനിൽ ഇല്ല. അപ്വേർഡ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷനും ഇല്ല. അപ്പോൾ ഷോർട്ട് സെയിൽസ് നമുക്ക് നേരിട്ട് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്. ഷോർട്ട് സെയിൽസ് ₹2 lakh. ഷോർട്ട് സെയിൽസ് ₹2 lakhs.
പിന്നെ ലാസ്റ്റ് ഇയറിൻ്റെ ജി പി റേറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതില്ല, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ലാസ്റ്റ് ഇയറിൻ്റെ ജി പി തന്നെയാണ്. അപ്പോൾ ജി പി റേറ്റും തന്നിട്ടുണ്ട്. ജി പി റേറ്റ് ഫോർ ദ ലാസ്റ്റ് ഇയർ 20%. അപ്പോൾ ഇനി അതിൻ്റെ ബേസിൽ ഷോർട്ട് സെയിൽസ് തന്നിട്ടുണ്ട്, അതേപോലെ ജി പി റേറ്റും തന്നിട്ടുണ്ട്. ലോസ് ഓഫ് പ്രോഫിറ്റ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ലോസ് ഓഫ് പ്രോഫിറ്റ്, calculation of loss of profit. Short sales 2 lakhs, GP rate 20%. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോസ് ഓഫ് പ്രോഫിറ്റ് ഔട്ടർ കോളത്തിൽ മെൻഷൻ ചെയ്യാം 40,000. ലോസ് ഓഫ് പ്രോഫിറ്റ് 40,000. ലോസ് ഓഫ് പ്രോഫിറ്റ് 40,000. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലോവർ ഓഫ് ദ എക്സ്പെൻസസ് ആഡ് ചെയ്യണമല്ലോ. ഓൾറെഡി ഇൻഷുർ ചെയ്ത സ്റ്റാൻഡിങ് എക്സ്പെൻസസിൽ, ഫിക്സഡ് എക്സ്പെൻസസിൽ അബ്നോർമൽ ലോസ് കാരണം ഇൻക്രീസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ലോസ് ഓഫ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യണം. ആഡ് additional expenses due to fire, which should be lowest of the following. Which should be lowest of the following. അതിൽ എ ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസ് ആണ്. ആക്ച്വൽ ഫയർ കാരണം ഉണ്ടായിട്ടുള്ള ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസസ് 30,000 ആണ്. ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസസ് 30,000. Actual additional expenses 30,000. Actual additional expenses 30,000. B insurable amount കണ്ടുപിടിക്കണമല്ലോ. Insurable amount or immediately preceding 12 months അഡ്ജസ്റ്റഡ് സെയിൽസിൻ്റെ ജി പി. ഈ ക്വസ്റ്റനിൽ ട്രെൻഡ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 months അഡ്ജസ്റ്റഡ് സെയിൽസിൻ്റെ ജി പിക്ക് തുല്യമായിട്ടുള്ള പോളിസി എടുക്കണമായിരുന്നല്ലോ. അതാണല്ലോ ഇൻഷുറബിൾ എമൗണ്ട്. ഈ ക്വസ്റ്റനിൽ ട്രെൻഡ് ഇല്ല. അപ്പോൾ നല്ലത് ഇൻഷുറബിൾ എമൗണ്ടിന് സെപ്പറേറ്റ് ഒരു വർക്കിംഗ് നോട്ട് കൊടുക്കുന്നതായിരിക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 1, കാൽക്കുലേഷൻ ഓഫ് insurable amount. Insurable amount, that is immediately preceding 12 months adjusted sales in the GP. അപ്പോൾ ഫയർ ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ വരെ അവസാനിക്കുന്ന 12 മാസത്തെ സെയില് ടേൺ ഓവർ ഫോർ 12 months ended 31st March 2012 11,70,000. For നമ്മുടെ assumption, it is assumed that there is no increasing trend or decreasing trend in sales. അപ്പോൾ ഒരു ഫുഡ് നോട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. 11,70,000 20% തുല്യമായിട്ടുള്ള പോളിസി എടുക്കണമായിരുന്നു. 11,70,000 into 20 divided by 100. അപ്പോൾ 2,34,000 പോളിസി എടുക്കണം.
അപ്പോൾ നമ്മുടെ assumption എന്താ? It is assumed that there is no increasing or decreasing trend in sales. അപ്പോൾ അതൊക്കെ ഫുട് നോട്ടായിട്ട് എഴുതേണ്ടതാണ്. എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫുട് നോട്ടും വർക്കിംഗ് നോട്ടും എഴുതാൻ മറക്കരുത്. ഫുട് നോട്ടും വർക്കിംഗ് നോട്ടും ഫുട് നോട്ടും അസംഷൻസ് ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് തരുന്നില്ല, മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇൻഷുറബിൾ എമൗണ്ട് 2,34,000 ആണ്. 2,34,000. ലോസ് ഓഫ് പ്രോഫിറ്റ് 40,000 കിട്ടിയിട്ടുണ്ട്, അതിനോട് ആഡ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പോൾ 2,34,000 divided by 2,34,000 plus uninsured fixed expenses. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് uninsured fixed expenses. 50,000 of the standing charges are not insured. 50,000 into 30,000. അപ്പോൾ പോളിസി എടുക്കുന്ന ആൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻസ് ഒക്കെ, പ്രൊപ്പോർഷനേറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ 2,34,000 ഡിവൈഡഡ് ബൈ 2,84,000 into 30,000. 24,780. 24,000 പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് വരുന്നത് 24,780. 24,780. Then C, അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസോർഡർ പീരീഡിൽ എത്രമാത്രം സെയിലാണ് ഉണ്ടായത്, ആ സെയിലിന്റെ GP. GP on sales due to additional expenses. GP on sales due to additional expenses. Additional expenses സ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസോർഡർ പീരീഡിൽ 1,60,000 റുപ്പീസിന്റെ സെയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1,60,000 ഇൻറ്റു GP റേറ്റ് 20 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 32,000 വരും. 32,000. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോവർ 30,000, 24,780, ദെൻ 32,000. ഇതിൻ്റെ അകത്ത് ലോവർ ഫിഗർ മാത്രമേ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ലോവർ ഫിഗർ 24,718. 24,718. അപ്പോൾ അതാണ് ലോസ് ഓഫ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യേണ്ടത്. 24,780. അപ്പോൾ ലോസ് ഓഫ് പ്രോഫിറ്റ് എമൗണ്ട് 40,000 ആയിരുന്നു. അപ്പോൾ 64,780. അപ്പോൾ നമ്പർ 5th സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ 6th സ്റ്റെപ്പിൽ ലെസ് savings in expenses. Savings in expenses due to fire. Savings in expenses due to fire. ഇത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് 10,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10,000 ഡിഡക്ട് ചെയ്യാം. ഇതൊക്കെ റീസൺസ് ലോജിക്കൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിൽ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ 54,780 known as gross claim. Gross claim. Gross claim 54,718 ആണ്. ഇനി ആവശ്യത്തിനുള്ള പോളിസി എടുത്തോ, അണ്ടർ ഇൻഷുറൻസ് ആണോ ഓവർ ഇൻഷുറൻസ് ആണോ ചെക്ക് ചെയ്തിട്ട്, അണ്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ശരിക്കും നമ്മൾ 2,34,000 റുപ്പീസിന്റെ പോളിസി എടുക്കണമായിരുന്നു. ബട്ട് പോളിസി എമൗണ്ട് 2 lakhs മാത്രമാണ്. സോ ഇറ്റ് ഈസ് എ കേസ് ഓഫ് അണ്ടർ ഇൻഷുറൻസ്. അപ്പോൾ ആവറേജ് ക്ലോസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് അർഹതപ്പെട്ട ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ. സോ ആവറേജ് ക്ലോസിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 7th സ്റ്റെപ്പ് application of average clause.
ആവറേജ് ക്ലോസ്. പ്രസന്റേഷനൊക്കെ നീറ്റാക്കാൻ ശ്രമിക്കുക, എൻ്റെ പ്രസന്റേഷൻ മോശമാണ്. അപ്പോൾ പോളിസി എമൗണ്ട് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പോളിസി എമൗണ്ട് 2 lakhs. അപ്പോൾ ആവറേജ് ക്ലോസ് പ്രകാരം ഫൈനൽ ക്ലെയിം പോളിസി എമൗണ്ട് 2 lakh, പോളിസി എമൗണ്ട് 2 lakh, ഇൻഷുറബിൾ എമൗണ്ട് 2,34,000 ഇൻറ്റു ഗ്രോസ് 54,718, 54,718. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. 2 lakh divided by 2,34,000 into 54,708. ഇപ്പോൾ 46,768 റൗണ്ട് ചെയ്യാം. 46,768. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട ക്ലെയിം 46,767.5. അപ്പോൾ റൗണ്ട് ചെയ്യുക 68 രൂപയിൽ റൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് തന്നിട്ടിരുന്നില്ല, ഇൻഷുറബിൾ എമൗണ്ടും തന്നിരുന്നില്ല, ബാക്കിയുള്ളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡെമിനിറ്റി പീരീഡ് 13 months, ഡിസോർഡർ പീരീഡ് 6 months. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ തന്നതാണ്. ഷോർട്ട് സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിരുന്നില്ല, GP റേറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിരുന്നില്ല. കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓഫ് പ്രോഫിറ്റ് 40,000 ആണ്. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. ആക്ച്വൽ 30,000, 24,718, അതേപോലെ 32,000, അത് ലോവർ 24,718, അത് ആഡ് ചെയ്ത് സേവിങ്സ് ഇൻ എക്സ്പെൻസസ് ഇൻഷുർ ചെയ്ത് ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ അകത്ത് സേവിങ്സ് ഉണ്ടായത് 10,000 ആണ്. അത് കുറച്ചപ്പോൾ ഗ്രോസ് ക്ലെയിം 54,718 ആണ്. പിന്നെ പ്രൊപ്പോർഷനേറ്റ് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 46,768 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തത് assumption, it is assumed that there is no upward or downward trend in sales എന്നുള്ള assumption പ്രകാരമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് കണ്ടന്റ് ഒക്കെ നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ ചെയ്ത് അതിനുശേഷം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഇതുവരെ എക്സാമുകൾക്ക് വന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ മെറ്റീരിയലിലുള്ള RTPയിലും മോക്ക് ടെസ്റ്റുകളിലൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പാറ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലോജിക്കൊക്കെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി തരാം. ഫസ്റ്റ് കണ്ടന്റ്. From the following particulars, you are required to calculate the amount of claim for Buildwell Limited, whose business premises was partly destroyed by fire. Partly destroyed by fire. Indemnity period 12 months. Indemnity period 12 months. Date of fire, date of damage 1st January 2012 1st January 2012. Date on which disruption of business ceased. അപ്പോൾ ഡിസോർഡർ പീരീഡ് അവസാനിക്കുന്നത് 31st October 2012 ഇപ്പോൾ അതിനു മുന്നേ പോളിസി എമൗണ്ട് ഉണ്ട്. പോളിസി എമൗണ്ട് 4 lakhs ആണ്. ഇൻഡെമിനിറ്റി പീരീഡ് 12 months. Date of damage 1st January 2012. Date on which disruption was business ceased. ഡിസോർഡർ പീരീഡ് അവസാനിക്കുന്നത് 31st October 2012 അപ്പോൾ ഇൻഡെമിനിറ്റി പീരീഡ് 12 months അതേസമയത്ത് ഡിസോർഡർ പീരീഡ് January 1 ഫയർ ഉണ്ടാകുന്നത്. അപ്പോൾ January to October അപ്പോൾ 10 മാസമാണ്. അപ്പോൾ ഡിസോർഡർ പീരീഡ് 10 മാസവും അതുകൂടാതെ ഇൻഡെമിനിറ്റി പീരീഡ് പോളിസിയിൽ മെൻഷൻ ചെയ്തത് ഇൻഡെമിനിറ്റി പീരീഡ് പോളിസിയിൽ മെൻഷൻ ചെയ്തത് 12 months ആണ്. മനസ്സിലായി കാണുമല്ലോ. ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ഗ്രോസ് പ്രോഫിറ്റ്
but only net profit and insured standing charges are insured. ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഇതാണ്. സാധാരണ പോളിസിയുടെ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ലാസ്റ്റ് ഇയറിന്റെ GP ആയിരിക്കാം. GP ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. GP ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് കണ്ടുപിടിച്ച് ലാസ്റ്റ് ഇയറിന്റെ ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസിസിൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള റീസൺ അതാണ്. അപ്പൊ ഇതിന്റെ പോളിസി മാറ്റർ സബ്ജക്ട് മാറ്റർ, ഈ പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ഗ്രോസ് പ്രോഫിറ്റ്, ബട്ട് ഓൺലി നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിവീൽഡ് എന്തൊക്കെ? ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ, ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2011 ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് GP റേറ്റ് അല്ല, ഗ്രോസ് പ്രോഫിറ്റ് 3,60,000. ആക്ച്വൽ ടേൺ ഓവർ ഫോർ ഫിനാൻഷ്യൽ ഇയർ 2011 ലാസ്റ്റ് ഇയറിന്റെ ആക്ച്വൽ ടേൺ ഓവർ 12 lakhs, which was also the turnover in this case, which was also turnover in this case means ഫയർ ഉണ്ടാവുന്നത് January 1st 2012 അപ്പൊ ലാസ്റ്റ് ഇയറിന്റെ ടേൺ ഓവറും ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 12 monthന്റെ ടേൺ ഓവറും സെയിം ആണ്. എത്രയാണ്? 12 lakhs. The turnover for the period 1st January to 31st October in the year preceding the loss was, the turnover for the period 1st January to 31st October in the year preceding the loss was rupees 10 lakhs. That is standard turnover preceding the fire. The turnover for the period 1st January to 31st October in the year preceding loss. Last year in the corresponding period in the sale 10 lakhs ആണ്. Corresponding period in the sales 10 lakhs. During dislocation of the position, it was learned that in November-December 2011, there has been an upward trend in business done compared with the figures of the previous year. അപ്പോൾ 2011 തന്നെ സെയിൽ എല്ലാം ഒരേപോലെയല്ല. November-December മാസം അപ്വേർഡ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഇയറിന്റെ സെയിൽസ് 12 lakhs തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് സെയിൽസും 12 lakhs തന്നെയാണ്. ബട്ട് ലാസ്റ്റ് ഇയറിൽ November-December മാസം എന്തുണ്ട്? അപ്വേർഡ് ട്രെൻഡ് ഉണ്ട്. But there has been an upward trend in business done compared with the figures of the previous year, and it was stated that had the loss not occurred, the trading result for 2012 would have been better than those of the previous year. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാരണ പോളിസിയുടെ സബ്ജക്ട് മാറ്റർ GP ആയിരിക്കും. ലാസ്റ്റ് ഇയറിന്റെ GP ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഇയറിന്റെ NP പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്, അതുകൂടാതെ ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് 2 months അപ്വേർഡ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഈ 2 പോയിന്റുകളാണ് ഈ ക്വസ്റ്റ്യനെ ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത്. പിന്നെ the insurance company official appointed to assess the loss accepted this view and adjustments were made to the pre-damaged figures to bring them up to the estimated amount which would have resulted in 2012. The insurance company official appointed to assess the loss accepted this view and adjustments were made to the pre-damaged figures. Adjustments വരുത്തണം. Made to the pre-damaged figures to bring them up to the estimated amount which would have result in 2012. ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനെ ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പോളിസിയിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിന്റെ GP മാത്രമല്ല, എന്താ അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ഈ പോയിന്റിലൂടെ അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ GP, that means net profit plus
ഇൻഷുവേർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആവണം, അഡ്ജസ്റ്റഡ് ഫിഗറിൻ്റെതാവണം. അതാണ് സബ്ജക്ട് മാറ്റർ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ പ്രീ ഡാമേജ്ഡ് ഫിഗേഴ്സ് ടുഗദർ വിത്ത് അഗ്രീഡ് അഡ്ജസ്റ്റ്മെന്റ്സ് താഴെ നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെയാണ്? Period pre-damaged figures adjusted to be added, adjusted standard turnover. ഇപ്പൊ ജാനുവരി മാസം ലാസ്റ്റ് ഇയറിൽ 90,000 ആണ്, അപ്വേർഡ് ഫിഗർ 10,000 ആണ്. സോ അഡ്ജസ്റ്റഡ് ഫിഗർ 1 lakh ആണ്. ജനുവരി മാസത്തെ മാത്രമായിട്ടാണ് പറയുന്നത്. ഫെബ്രുവരി ടു ഒക്ടോബർ ലാസ്റ്റ് ഇയർ 9,10,000ഉം അപ്വേർഡ് ഫിഗർ 50,000, അങ്ങനെ എക്സ്പെക്റ്റഡ് ഫിഗർ 9,60,000 ആണ്. നവംബർ ഡിസംബർ 2 lakhs, അഡ്ജസ്റ്റഡ് ഫിഗർ 10,000, അങ്ങനെ 2,10,000. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റിലെ ഫയർ ഉണ്ടായത് 1st ജാനുവരിയിലാണ്. അപ്പൊ അതേ പീരീഡിൽ ലാസ്റ്റ് ഇയറിന്റെ ജനുവരി മാസത്തെ സെയിൽ 90,000 ആണ്. അപ്പൊ അത്ര അപ്വേർഡ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്ന 10,000 ആണ്. സോ ദാറ്റ് ഈസ് 1 lakh. ഫെബ്രുവരി ടു ഒക്ടോബർ ലാസ്റ്റ് ഇയറിന്റെ സെയിൽ 9,10,000ഉം ഈ വർഷം ഫയർ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 50,000. അപ്പൊ എസ്റ്റിമേറ്റഡ് സെയിൽ 9,60,000 ആണ്. നവംബർ ഡിസംബർ അത് ലാസ്റ്റ് ഇയറിൻ്റെതാണ്, 2 lakhും 10,000, അങ്ങനെ 2,10,000. അപ്പൊ ഈ സ്പ്ലിറ്റ് അപ്പ് സെയിൽസ് ഫിഗേഴ്സ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് 3,60,000, ഇൻക്രീസ് 46,400, അങ്ങനെ 4,06,400. ഇപ്പൊ ലാസ്റ്റ് ഇയറിന്റെ സെയിൽസിന് ട്രെൻഡ് ഫിഗർ ഒക്കെ ക്വസ്റ്റനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. GP റേറ്റ്, ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് 30% ആണ്. ലാസ്റ്റ് ഇയറിന്റെ GP റേറ്റ് 30%. അഡ്ജസ്റ്റഡ് 32%. Increased cost of working expenses, that is additional expenses 1,80,000 ആണ്. Additional expenses 1,80,000. There was a clause in the policy relating to savings in insured standing charges during the indemnity period and this amount. അപ്പോൾ savings in insured expenses 28,000 ആണ്. Standing charges not covered by insurance amount, that is uninsured, 20,000. The annual turnover for January was nil, and for the period February to October, annual turnover ജനുവരി മാസം സെയിലൊന്നും ഇല്ല. ഏത് ഫയർ ഉണ്ടായിട്ടുള്ള വർഷം, ഫയർ ജനുവരി 1st ആണല്ലോ, ഡിസോർഡർ ആയത് ഒക്ടോബർ 31st വരെയാണ്. ഈ ഡിസോർഡർ പീരീഡിൽ ജനുവരി മാസം സെയിലൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള പീരീഡിൽ 8 lakhs ആണ് സെയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയാണ് ഈ ക്വസ്റ്റിന്റെ കണ്ടന്റ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, സബ്ജക്ട് മാറ്റർ ഓഫ് ദ പോളിസി ലാസ്റ്റ് ഇയറിന്റെ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് മാത്രമല്ല. ഈ പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ട്രെൻഡ് അഡ്ജസ്റ്റ് സെയിൽസിന്റെ അകത്തുള്ള നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. അപ്പൊ അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ GP റേറ്റ് പഴയത് 30, 32. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ GP റേറ്റിലൊക്കെ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, സബ്ജക്ട് മാറ്റർ ലാസ്റ്റ് ഇയറിന്റെ GP അല്ല, അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ GP ആണ്. GP മീൻസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ GP റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും. തന്നിരിക്കുന്ന GP റേറ്റ് ലാസ്റ്റ് ഇയറിന്റെ 30 ആണ്, ഇപ്പോൾ എത്രയാ 32%. ആ 32%ന്റെ ബേസിസിലുള്ളതായിരിക്കാം 4,06,400. ഇതിന്റെ 12,70,000 ഇൻറ്റു 12,70,000 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 100, അങ്ങനെ 4,06,400 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ
അപ്പോൾ പ്രത്യേകത ഇത്ര മാത്രം. പോളിസി സബ്ജക്ട് മാറ്റർ ലാസ്റ്റ് ഇയറിന്റെ GP അല്ല, അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ GP, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന്റെ ബേസിലുള്ള GP റേറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊസീജിയറൊക്കെ സെയിം, എല്ലാ ക്വസ്റ്റിനും ഒരേ സ്റ്റൈലിൽ തന്നെ ആൻസർ ചെയ്യാം എന്നാണല്ലോ റെഗുലർ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രൊസീജിയറിൽ മാറ്റമൊന്നുമില്ല, അപ്പോൾ കാൽക്കുലേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നോക്കാം. ഹെഡിങ് statement for calculating claim for loss of profit. Statement for calculating claim for loss of profit follows. As usual, indemnity periodum disorder periodum mention ചെയ്യാം. Indemnity period ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 12 month, disorder period നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 10 month. Indemnity period 12 months. Disorder period 10 months. ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽസ് ആണ്. ഷോർട്ട് സെയിൽസ് അപ്പോൾ ഫയർ ഉണ്ടായത് 1 January 2012 ഡിസോർഡർ ആയത് ഏതുവരെയൊക്കെ October 31, 2012 വരെയൊക്കെയാണ്. January 1, 2012 ടു October 31, 2012 വരെയൊക്കെ 10 മാസം. ആ 10 മാസത്തെ കാലയളവിലേക്കുള്ള സെയിൽ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് എത്രയാ? 8 lakhs ആണ്. അതേ പീരീഡിൽ ലാസ്റ്റ് ഇയറിന്റെ സെയില് ക്വസ്റ്റനിൽ സ്പ്ലിറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് അഡ്ജസ്റ്റഡ് ഫിഗർ എടുക്കണം. അതേ പീരീഡിൽ ലാസ്റ്റ് ഇയറിൽ സ്റ്റാൻഡേർഡ് സെയില് 90,000 അതുകൂടാതെ ജനുവരി 90,000, ഫെബ്രുവരി ടു ഒക്ടോബർ 9,10,000 ആണ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് സെയിൽ. അപ്പോൾ അതായത് 10 lakhs വരും. അപ്വേർഡ് ട്രെൻഡഡ് ഫിഗർ ക്വസ്റ്റനിൽ തന്നെ കണ്ടുപിടിക്കേണ്ട, നമുക്ക് തന്നിട്ടുണ്ട് 60,000 രൂപയാണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽ 10,60,000 ആണ്. ഇവിടെ ആക്ച്വലി ഉണ്ടായത് എത്രയാണ്? 8 lakhs മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫിഗേഴ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ട്രെൻഡ് പ്രകാരമുള്ള അഡ്ജസ്റ്റഡ് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് calculation of short sales. Standard sales last year in January മാസം 90,000 plus February to October 9,10,000. ഇപ്പം 90,000 മനസ്സിലായി കാണുമല്ലോ. 90,000 ലാസ്റ്റ് ഇയറിന്റെ ജനുവരി മാസം, പിന്നെ 9,10,000. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫിഗർ, ദാറ്റ് ഈസ് 10 lakhs. 10 lakhs ആണ്. ഇനി പെർസെൻറ്റേജ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻക്രീസ് ആവാൻ സാധ്യതയുള്ള ഫിഗർ തന്നിട്ടുണ്ട്. 10,000, 50,000. ആഡ് ഇൻക്രീസ്, അപ്വേർഡ് ഇൻക്രീസ് എത്രയാണ്? ജനുവരി മാസം 10,000 പ്രതീക്ഷിച്ചിരുന്നു, പിന്നെ ഫെബ്രുവരി ടു ഒക്ടോബർ 50,000, അങ്ങനെ 60,000. അപ്പോൾ ഫയർ ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സെയില്, എക്സ്പെക്റ്റഡ് സെയിൽസ്
എക്സ്പെക്റ്റഡ് സെയിൽസ് 10,60,000 ആണ്. എക്സ്പെക്റ്റഡ് സെയിൽസ് 10,60,000 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് എത്ര രൂപയുടെ സെയിൽ ഉണ്ടായിട്ടുള്ളൂ? ഡിസോർഡർ പീരീഡിൽ 8 lakhs സെയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. എക്സ്പെക്റ്റഡ് സെയിൽസ് 10,60,000 ലെസ് ഡിസോർഡർ പീരീഡ് സെയിൽ. ഡിസോർഡർ പീരീഡ് സെയിൽ 8 lakhs. അപ്പോൾ ഷോർട്ടേജ്, therefore short sales. Short sales 2,60,000 ആണ് ഷോർട്ട് സെയിൽസ്. 2,60,000. കാൽക്കുലേഷൻ ക്ലിയർ ആയി കാണുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡിസോർഡർ പീരീഡ് 10 month, ഇൻഡെംനിറ്റി പീരീഡ് 12 month. ഷോർട്ട് സെയിൽസിന്റെ കാൽക്കുലേഷൻ കറസ്പോണ്ടിങ് പീരീഡിന്റെ സെയിൽ 90,000 ജനുവരിയിലും ഫെബ്രുവരി ടു ഒക്ടോബർ 9,10,000 അങ്ങനെ 10 lakhs. ഇൻക്രീസ് എമൗണ്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട് 60,000. അപ്പോൾ എക്സ്പെക്റ്റഡ് സെയിൽസ് 10,60,000 ആണ്. ഡിസോർഡർ പീരീഡിൽ 8 ലക്ഷം രൂപയുടെ സെയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഷോർട്ടേജ് 2,60,000. ഇനി അടുത്ത ജി പി റേറ്റിന്റെ കാൽക്കുലേഷൻ ആണ്. ഈ ക്വസ്റ്റനിലെ ജി പി റേറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ജി പി റേറ്റ് ലാസ്റ്റ് ഇയറിൻ്റെ 30% തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റഡ് 32% ആണെന്ന് തന്നിട്ടുണ്ട്. ബട്ട് ഈ പോളിസിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്താ? അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ജി പി അല്ല. പൊതുവേ എല്ലാ ക്വസ്റ്റനിൽ എന്താ വരാറ് സബ്ജക്ട് മാറ്റർ? ലാസ്റ്റ് ഇയറിന്റെ ജി പി ആണ്. ഇവിടെ അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ജി പി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അത്ര 4,06,400. അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ജി പി 4,06,400 ആണ്. ഈ 4,06,400 ഉള്ളിലെ ഇൻഷുർഡ് എക്സ്പെൻസസ് ഉണ്ടാവും, അൺഇൻഷുർഡ് ഉണ്ടാവും. 4,06,400 ഉള്ളിൽ എന്തായാലും ഫിക്സഡ് എക്സ്പെൻസ് സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 4,06,400 അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എൻ പി പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് മാത്രമേ എടുക്കാവൂ. ഈ ക്വസ്റ്റനിൽ അൺഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അത്ര 20,000 ആണ് അൺഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് തന്നിട്ടുള്ളത്. അപ്പോൾ 4,06,400 അകത്തുനിന്ന് അൺഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കുറച്ചു കഴിഞ്ഞാൽ 20,000 കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കിട്ടും. അപ്പോൾ 4,06,400 മൈനസ് 20,000 3,86,400 രൂപ വരും. മനസ്സിലായി കാണുമല്ലോ. ഈ 3,86,400 എന്നുള്ളത് ലാസ്റ്റ് ഇയറിന്റെ സെയിൽസിന്റെ അല്ല, അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ മുകളിലുള്ള ജി പി ആണല്ലോ സബ്ജക്ട് മാറ്റർ. ജി പി അല്ല മീൻസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആണല്ലോ സബ്ജക്ട് മാറ്റർ. അപ്പൊ ഈ 4,06,400 ഉണ്ടാകുന്ന ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ട്, അൺഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് അൺഇൻഷുർഡ് ഫിഗർ കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. അത് പ്രകാരമുള്ള ജി പി റേറ്റ് അല്ല എന്ത് 32%. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 12,70,000 32% ആണ്. അപ്പോൾ ഫുൾ ജി പി ആണത്. അപ്പോൾ നമ്മൾ എൻ പി പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ടിന്റെ റേറ്റ് 12,70,000 കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് വേണം ഈ ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യാൻ. ഇതൊക്കെയാണ് ഈ ക്വസ്റ്റന്റെ പ്രത്യേകത. അപ്പോൾ ജി പി റേറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്കിംഗ് നോട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേഷൻ ഓഫ് applicable GP rate
ക്വസ്റ്റനിൽ തന്നെ ജി പി റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സബ്ജക്ട് മാറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്ലിക്കബിൾ ജി പി റേറ്റ്, കാൽക്കുലേഷൻ അപ്ലിക്കബിൾ ജി പി റേറ്റ്. അപ്പൊ ജി പി എത്രയാണ്? ജി പി ഈസ് ഈക്വൽ ടു ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ജി പി 4,06,400 ആണ്. അപ്പോ എൻ പി പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് ആവണം. ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ്, എൻ പി പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ്. സാധാരണ നമ്മൾ ലാസ്റ്റ് ഇയറിന്റെ ജി പി ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ഇയറിന്റെ സെയിൽസ് ഇൻറ്റു 100 ആണ് അപ്ലൈ ചെയ്യുക. ഇവിടെ അത് പറ്റില്ല, കാരണം അഡ്ജസ്റ്റ് സെയിൽസിൻ്റെതാണ് സബ്ജക്ട് മാറ്റർ. റീസൺ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 4,06,400 മൈനസ് അൺഇൻഷുർഡ്, ജി പിന്റെ അകത്ത് നിന്ന് അൺഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ എൻ പി പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് കിട്ടും. 3,86,400 ആണ്. 3,86,400 ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇതിന്റെ റേറ്റ് അപ്ലൈ ചെയ്യണം, റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 3,86,400 ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് സെയിൽസ് എത്രയാ? 12,70,000 ഇൻറ്റു 100 അപ്ലൈ ചെയ്യണം. 3,86,400 ഡിവൈഡഡ് ബൈ 12,70,000 ഇൻറ്റു 100. അപ്പോൾ എത്രയാ? 30.42519,685 അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ടഡ് ഫിഗർ ആയിട്ട് 30.43 റൗണ്ട് ചെയ്യാം. പെർസെൻറ്റേജ് ആണ്. 30.43% ആണ് ജി പി റേറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റിനെ ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 30.43% ജി പി റേറ്റ്. റൗണ്ടഡ് ഫിഗർ ആണ്. റൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ജി പി റേറ്റ്. അഡ്ജസ്റ്റഡ് ജി പി റേറ്റ് ആണ് കേട്ടോ. ജി പി റേറ്റ് എത്രയായിരുന്നു കിട്ടിയത്? 30.43. 30.43% ആണ് ജി പി റേറ്റ്. ഇനി ഇതിന്റെ ബേസിൽ നമുക്ക് ലോസ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാലോ. Therefore, number 4th step, calculation of loss of profit. Short sales 2,60,000 into 30.43 divided by 100. 79,000 loss of profit 79,118 ആണ്. 79,118 ആണ് ലോസ് ഓഫ് പ്രോഫിറ്റ്. പിന്നെ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യണം. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യണം. നമ്മൾ എന്ത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരേ പ്രൊസീജിയറിൽ ആൻസർ ചെയ്യാം എന്നാണ് റെഗുലർ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കി തന്നത്. സോ സ്റ്റെപ്പ് നമ്പർ 5, ആഡ് അഡീഷണൽ എക്സ്പെൻസസ് ഡ്യൂ ടു ഫയർ. Additional expenses due to fire, which should be lowest of the following. അതിൽ A ആക്ച്വൽ എക്സ്പെൻസ് ആണ്. ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1,80,000. ആക്ച്വൽ എക്സ്പെൻസസ് 1,80,000. ബി ഇൻഷുറബിൾ എമൗണ്ടിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അഡീഷണൽ വർക്കിംഗ് നോട്ട് കൊടുക്കുന്നതാണ്.
working note number 2, calculation of insurable amount, that is immediately preceding 12 months adjusted sales in the GP. Immediately preceding 12 months adjusted sales in the GP. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഫയർ ഉണ്ടായത് ജനുവരി 1 അല്ലേ? ഫസ്റ്റ് ജനുവരിയിലാണല്ലോ ഫയർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ GP 3,86,400 ആണ്. അത് അഡ്ജസ്റ്റഡ് ഫിഗർ ആണ്. അപ്പോൾ സബ്ജക്ട് മാറ്റർ ലാസ്റ്റ് ഇയറിന്റെ GP അല്ലാതുകൊണ്ടാണ് ഈ GP റേറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായത്. ഇൻഷുറബിൾ എമൗണ്ട് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും വർക്ക് നോട്ട് എഴുതി പോയല്ലോ. 12,70,000 ഇൻറ്റു 30.43 divided by 100. $3,86,400 ആയിരുന്നില്ലേ? ഒരു മിനിറ്റ്, റൗണ്ടഡ് ഫിഗർ ആണല്ലോ അല്ലേ? 1 മിനിറ്റ് നമ്മൾ 30.43% എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 months അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ GP 3,86,400 തന്നെയാണ്. അത് റൗണ്ടഡ് ഫിഗർ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതിയാവും. മനസ്സിലായി കാണുമല്ലോ. ഇത്ര 3 lakh 86,400. 3,86,400 GP ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ ബി എന്താ? ഇൻഷുറബിൾ എമൗണ്ട് 3,86,400 divided by same GP 3,86,400 plus uninsured fixed expenses ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 into actual additional expenses due to fire 1,80,000. പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് വേണ്ടി കുടിക്കാം. 3,86,400 divided by 4,06,400 അല്ലേ വരിക? 3,86,000 4,06,400 into 1,80,000. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ഫിഗർ വരുന്നത് 1,71,141.7 വരുന്നു. നമുക്ക് റൗണ്ട് ചെയ്യാം. 1,71,142 റൗണ്ട് ചെയ്യാം. 1,71,142. Then C, GP on sales due to additional expenses. But disorder പീരീഡിൽ അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തത് കൊണ്ട് എത്ര രൂപയുടെ സെയിലാണോ ഉണ്ടായത് ആ സെയിലിന്റെ GP. ഡിസോർഡർ പീരീഡിൽ അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തത് കൊണ്ട് എത്ര രൂപയുടെ സെയിലാണോ ഉണ്ടായത് ആ സെയിലിന്റെ GP. അപ്പോൾ ഡിസോർഡർ പീരീഡിൽ 8 ലക്ഷം രൂപയുടെ സെയിലാണ് ഉണ്ടായത്. അഡീഷണൽ എക്സ്പെൻസസ് ആണെങ്കിൽ 1,80,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഡിസോർഡർ പീരീഡിൽ എത്രമാത്രം സെയിൽ ഉണ്ടായി എന്ന് സെപ്പറേറ്റ് പറയുന്നില്ല. സോ നല്ല അസംഷൻ, ഡിസോർഡർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള സെയിലായ 8 ലക്ഷം മുഴുവനും അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടായതാണ് എന്ന് അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 1,80,000 ആണ് സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനൊരു ഫുട് നോട്ട് കൊടുക്കാവുന്നതാണ്. സോ 8 ലക്ഷം ഇൻറ്റു GP റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര? 30.43
ഡിവൈഡഡ് ബൈ 100. 43 ആണ്, റൗണ്ടഡ് ഫിഗർ ആണ്. 8 ലക്ഷം ഇൻറ്റു 30.43 divided by 100. 2,43,000 proportionate 2,43,440 ആണ് വരുന്നത്. അപ്പോൾ ഇത് എസംഷന്റെ ബേസിലാണ്, കാരണം ക്വസ്റ്റനിൽ വ്യക്തതയില്ല. അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസോർഡർ പീരീഡിൽ എത്ര രൂപയുടെ സെയിൽ ഉണ്ടായെന്ന് പറയുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫോർട്ട് നോട്ട് കൊടുക്കണം. സോ ലോവർ 1,80,000 ഉണ്ട്, 1,71,142 ഉണ്ട്, അതുകൂടാതെ 2,43,440 ആണ്. അപ്പോൾ ലോസ് ഓഫ് പ്രോഫിറ്റ് ആയ 79,118 ആഡ് ചെയ്യേണ്ടത് ലോവർ എമൗണ്ട് ആയ ഏതാ 1,71,142 ആണ്. 42. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ലോസ് ഓഫ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്തോളൂ. ലോസ് ഓഫ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യേണ്ട എമൗണ്ട് 79,000 എത്രയായിരുന്നു? 79,118 പ്ലസ് 1,71,148 2,50,260 2,50,260 വരുന്നു. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഫിനിഷ്ഡ് ആണ്. നമ്പർ 6 പ്ലസ് സേവിങ്സ് ഇൻ എക്സ്പെൻസസ് ഡ്യൂ ടു ഫയർ. സേവിങ്സ് ഇൻ എക്സ്പെൻസസ് ഉണ്ടോ ഈ ക്വസ്റ്റനിൽ? സേവിങ്സ് ഇൻ എക്സ്പെൻസസ് ഡ്യൂ ടു ഫയർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. സേവിങ്സ് ഇൻ എക്സ്പെൻസസ് 28,000 ആണ്. 28,000 കുറച്ചു കഴിഞ്ഞാൽ 2,50,260 2,50,260 മൈനസ് 28,000 22,260 വരും. 2,22,260 ആണ് ഗ്രോസ് ക്ലെയിം. ഗ്രോസ് ക്ലെയിം 2,22,260 ആണ്. അടുത്ത സ്റ്റെപ്പ് ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കലാണ്. ഈ ക്വസ്റ്റനിലെ പോളിസി എമൗണ്ട് തന്നിരിക്കുന്നത്, ക്വസ്റ്റൻ്റെ അകത്തുള്ള പോളിസി എമൗണ്ട് സം ഇൻഷുർഡ് 4 lakhs ആണ്. 4 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളത്. 4 ലക്ഷം രൂപയുടെ പോളിസിയാണ്. ബട്ട് ശരിക്കും 3,86,400 rupees പോളിസി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പോളിസി എമൗണ്ട് കൂടുതലും ഇൻഷുറബിൾ എമൗണ്ട് കുറവാണ്. ഈ പോളിസി എമൗണ്ട് കുറവല്ല, സോ അണ്ടർ ഇൻഷുറൻസ് അല്ല, എന്തായാലും ഓവർ ഇൻഷുറൻസ് ആണ്. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യാൻ? പ്രൊപ്പോർഷനായിട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ടതില്ല. ഇപ്പൊ നോ നീഡ് ടു അപ്ലൈ മനസ്സിലായി കാണുമല്ലോ. പോളിസി എമൗണ്ട് 4 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ട്. ശരിക്കും 3,86,400 രൂപയുടെ പോളിസി എടുത്താൽ മതിയായിരുന്നു. ഓവർ ഇൻഷുറൻസ് ആണ്, അണ്ടർ ഇൻഷുറൻസ് അല്ല. അപ്പൊ പ്രൊപ്പോർഷനേറ്റ് ബേസിലുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ നോ നീഡ് ടു അപ്ലൈ ആവറേജ് ക്ലോസ്. നോ നീഡ് ടു അപ്ലൈ ആവറേജ് ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ക്ലെയിം എത്ര തന്നെയാണ്? ഗ്രോസ് ക്ലെയിം ആണ്. പ്രൊപ്പോർഷനേറ്റ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. 2,22,260. എൻ്റെ പ്രസൻറ്റേഷൻ വളരെ മോശമാണ്. നിങ്ങൾ പ്രസൻറ്റേഷനൊക്കെ ശ്രദ്ധിക്കുക, നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഴുതുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. എനിക്ക് എന്താ പറയുക, എൻ്റെ പ്രസൻറ്റേഷൻ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ
2,22,260. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അതും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം, കണ്ടന്റ് നോക്കാം. മൊണാലിസ ആൻഡ് കമ്പനി റൺസ് പ്ലാസ്റ്റിക് ഗൂഡ്സ് ഷോപ്പ്. ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ അവൈലബിൾ ഫ്രം ക്വാർട്ടർലി സെയിൽസ് ടാക്സ് റിട്ടേൺസ് ഫയൽഡ്. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ബേസിസിലാണ് സെയിൽസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 2011, 2012, 2013, 2014 അങ്ങനെ 4 വർഷത്തെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. നമുക്ക് കണ്ടന്റ് മുഴുവനായിട്ടൊന്ന് നോക്കാം. 1st January to 31st March. ജനുവരി, അപ്പൊ 3 മാസത്തെ 3 മന്തിന്റെ സെയിൽ 4 വർഷത്തേതും സ്പ്ലിറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. April to 30th June 3 മന്ത് ആണല്ലോ, 4 വർഷത്തേതും തന്നിട്ടുണ്ട്. 1st July to 30th September തന്നിട്ടുണ്ട്, 4 മാസത്തേതും. 4 വർഷത്തേതും 3 മാസം അല്ലെ, 3 മാസമാണ് വരിക. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം, അങ്ങനെ 12 മാസം. അപ്പോൾ 12 ഒരു വർഷത്തെ 12 മാസത്തിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള സെയിൽസ് ഫിഗേഴ്സ് ആണ് നമുക്ക് തന്നത്. അപ്പം എന്തായാലും 2011 സെയിൽസ് 6,20,000, 7,13,000 ഓരോ വർഷം കഴിയും തോറും സെയിൽ ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പം 2014 സെയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റീസൺ നോക്കാം. സെയിൽസ് ഫ്രം 16/9/2013 to 13/9/2013. 16/9/2013 to 30/9/2013 എന്ന് പറയുമ്പോൾ ഹാഫ് മന്തിന്റെ സെയിൽ 34,000. 2013 ലാസ്റ്റ് ക്വാർട്ടറിന് തൊട്ട് മുന്നേ ഉള്ള ക്വാർട്ടറിൽ 1st July to 30th September 2,31,000 ആണ്. അതിൻ്റെ അകത്ത് 34,000 രൂപ ഹാഫ് മന്തിന്റെ മാത്രമായിട്ടുള്ള സെയിലാണ്. സെയിൽസ് ഫ്രം 16/9/2014 to 30/9/2014. 16/9/2014 to 30/9/2014 സെയിലൊന്നും ഉണ്ടായിട്ടില്ല, അതും ഹാഫ് മന്ത് ആണ്. സെയിൽസ് ഫ്രം 16/12/2013. 16/12/2013 to 31/12/2013. അതും ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ക്വാർട്ടറിന്റെ അകത്തുള്ള സെയിലിന്റെ അകത്ത്. ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ 1,90,000 ആണ്. അതിൻ്റെ അകത്ത് 60,000 രൂപയുടെ സെയിൽ, ഇതും ലാസ്റ്റ് ഇയർ ആണ്. സെയിൽസ് ഫ്രം 16/12/2014 to 31/12/2014. 16/12/2014, 31/12. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിന്റെ ഹാഫ് മന്തിന്റെ സെയിൽ 20,000. ഇപ്പോൾ ഇതുവരെയായിട്ടും ഫയർ എപ്പോഴുണ്ടായി, പോളിസി എമൗണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിരുന്നില്ല. നോക്കാം. പിന്നെ ക്വസ്റ്റനിൽ പറയുന്നത് സെയിൽസ് ഫ്രം ഓക്കെ, അതൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സംസാരിച്ചു. എ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി വാസ് ടേക്കൺ. പോളിസി എമൗണ്ട് 1 lakh ആണ്. ഫയർ ഒക്കേർഡ് ഓൺ 15th September 2014. 2014. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്ന കണ്ടന്റ് അകത്ത് 2014 സെപ്റ്റംബർ 15-നാണ് ഫയർ ഉണ്ടായത്. 2014 സെപ്റ്റംബർ 15-നാണ് ഫയർ ഉണ്ടായത്. ഇൻഡെംനിറ്റി പീരീഡ് 3 മന്ത് ആണ്. അപ്പോൾ പോളിസിയിൽ മെൻഷൻ ചെയ്തത് 3 മാസത്തേക്ക് ഡിസോർഡർ ആയേക്കാം എന്നാണ്. 3 മന്ത്. അപ്പോൾ ഇൻഡെംനിറ്റി പീരീഡ് അവസാനിക്കുന്നത് സെപ്റ്റംബർ 15, ഒക്ടോബർ 15, നവംബർ 15, ഡിസംബർ 15 അവസാനിക്കും. അപ്പോൾ ഇൻഡെംനിറ്റി പീരീഡ് അവസാനിക്കുക 2014 സെപ്റ്റംബർ 15 മുതൽ 2014 തന്നെ ഡിസംബർ 15 വരേക്കാണ് ഇൻഡെംനിറ്റി പീരീഡ് 3 മന്ത്. പോളിസിയിൽ മെൻഷൻ ചെയ്ത് 3 മന്ത് ആണ്.
നെറ്റ് പ്രോഫിറ്റ് 1,20,000, നെറ്റ് പ്രോഫിറ്റ് 1,20,000 ആൻഡ് സ്റ്റാൻഡിങ് ചാർജസ്, എല്ലാ സ്റ്റാൻഡിങ് ചാർജസും ഇൻഷുർഡ് ആണ്, എല്ലാ ഫിക്സഡ് എക്സ്പെൻസസും ഇൻഷുർഡ് ആണ്. 1,20,000. അപ്പോൾ ഈ സ്റ്റാൻഡിങ് ചാർജസ് ടോട്ടൽ 49,990. ഇപ്പോൾ 2013 NP 1,20,000, ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ്, എല്ലാ ഫിക്സഡ് എക്സ്പെൻസസും ഇൻഷുർഡ് ആണ് 43,990. അപ്പോൾ ഈ ക്വസ്റ്റനിൽ 4 വർഷത്തെ സെയിൽസ് തരുന്നു. 2014 സംഭവം ഉണ്ടായത്. ഇൻഡെംനിറ്റി പീരീഡ് 3 months ആണ്. ഡിസോർഡർ പീരീഡ് പറഞ്ഞിട്ടില്ല. ഇൻഡെംനിറ്റി പീരീഡ് തന്ന് ഡിസോർഡർ പീരീഡ് സെപ്പറേറ്റ് പറയുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യേണ്ടത് ഡിസോർഡർ പീരീഡും ഇൻഡെംനിറ്റി പീരീഡും സെയിം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡെംനിറ്റി പീരീഡും ഡിസോർഡർ പീരീഡും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഷോർട്ട് സെയിൽസിന്റെ കാൽക്കുലേഷൻ നമുക്ക് 1 by 1 ആയിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റനിൽ അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടായോ, ഫയർ കാരണം അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടായതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അഡീഷണൽ എക്സ്പെൻസസ് ഇല്ല, സേവിങ്സ് ഇൻ എക്സ്പെൻസസ് ഇല്ല, ഇതൊന്നും ക്വസ്റ്റനിൽ പറയുന്നില്ല. അപ്പോൾ എന്തുണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഓർഡറിൽ തന്നെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ വർഷത്തെ സെയിലൊക്കെ തരുമ്പോൾ ട്രെൻഡ് സ്വാഭാവികമായിട്ടും ട്രെൻഡ് ഒരേപോലെയല്ലോ, ട്രെൻഡ് കണ്ടുപിടിക്കണം. 2011 6,20,000 രൂപയുടെ സെയിൽ 12 കൂടി, 13 കൂടി. 2014 ഫയർ ഉണ്ടാകുന്ന വർഷം സെയിൽ കുറഞ്ഞു, അത് ഫയർ ഉണ്ടായത് കാരണമാവുമല്ലോ. അപ്പോൾ ട്രെൻഡ് കണ്ടുപിടിക്കണം. ട്രെൻഡ് കണ്ടുപിടിക്കുമ്പോൾ സെയിൽസ് എല്ലാ വർഷം കുറേ വർഷത്തേക്ക് തരുമ്പോഴേ എല്ലാ വർഷത്തെ സെയിലും 2011 സെയിലിനെ 2012 സെയിലുമായിട്ട് കമ്പയർ ചെയ്യുക, 12 സെയിലിനെ 2013 സെയിലുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അപ്വേർഡ് ആണല്ലോ, അപ്വേർഡ് ട്രെൻഡ് കണ്ടുപിടിക്കുക. അപ്വേർഡ് ട്രെൻഡ് പെർസെൻറ്റേജ് ഡിഫറൻ്റ് ആണെങ്കിൽ ആ പെർസെൻറ്റേജിൻ്റെ ആവറേജ് എടുക്കുക. പിന്നെ ഒരേപോലെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും സാധാ വരുന്ന പാറ്റേണിലുള്ളത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡെംനിറ്റി പീരീഡ് തന്നിട്ടുണ്ട്, ഡിസോർഡർ പീരീഡ് തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എസ്യൂം ചെയ്ത് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ്സ് സെയിൽസ്, ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് സെയിൽ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഇനി നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. For heading statement for calculating claim for loss of profit policy. പഴയ പ്രൊസീജിയർ തന്നെ, പഴയ ഓർഡർ തന്നെ. ഈ ക്വസ്റ്റനിൽ ഇൻഡെംനിറ്റി പീരീഡ് തന്നിട്ടുണ്ട്. ഇൻഡെംനിറ്റി പീരീഡ് 3 months. അപ്പോൾ ഡിസോർഡർ പീരീഡ് സ്പെസിഫിക്കലി സെപ്പറേറ്റ് പറയുന്നില്ല. അസ്യൂം ചെയ്യാം. ഇൻഡെംനിറ്റി പീരീഡ് 3 months. ഡിസോർഡർ പീരീഡ് അസംഷൻ ആണ്. ഡിസോർഡർ പീരീഡ് 3 months എസ്യൂംഡ് ആണ്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി കേട്ടോ, എസ്യൂംഡ്. അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽസ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ എന്തായാലും ട്രെൻഡ് കൺസിഡർ ചെയ്യണം. ഈ ക്വസ്റ്റനിൽ എന്താ, ഈ സ്ഥാപനത്തിന്റെ ഫീച്ചർ എന്താ, ഓരോ വർഷം കഴിയുന്തോറും സെയിൽ കൂടി വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതും സ്റ്റാൻഡേർഡ് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റനിൽ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 15th September 2014 അബ്നോർമൽ ലോസ് ഉണ്ടാവുന്നത്.
അപ്പോൾ 15th December 2014 വരേക്കാണ് ഡിസോർഡർ. അത് എസംഷൻ പ്രകാരം 3 മാസം. അതേ പീരീഡിൽ ലാസ്റ്റ് ഇയറിന്റെ ദാറ്റ് മീൻസ് 15th September 2013 ടു 15th December 2013 സെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല. അത് നമ്മൾ ഓരോ പീസ് ആയിട്ട് കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെയിൽസ് തന്നിട്ടില്ല, ട്രെൻഡ് തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റൻ ആണെന്ന് മാത്രം. അപ്പോൾ വർക്കിംഗ് നോട്ടിലെ ഫസ്റ്റ് നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1, calculation of trend percentage. 2011 സെയിൽസ് 6,20,000 6,20,000. അത് 7,13,000 മാറിയിട്ടുണ്ട്. അപ്പൊ എത്ര സെയിൽസ് കൂടി? 7,13,000 മൈനസ് 6,20,000 കൂടുകയാണ് ചെയ്തത്. $93,000 ഇൻക്രീസ് ആണ്. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് 93,000 ഡിവൈഡഡ് ബൈ 6,20,000 into 100. പെർസെൻറ്റേജ് 93,000 ഡിവൈഡഡ് ബൈ 6,20,000 into 100. അപ്പോൾ 15% വർധനവാണ് ഉണ്ടായത്, 15%. ഇത് 2011 സെയിൽസിനെ 2012 കമ്പയർ ചെയ്യും. 2012 ഇത് 11 to 12 ഇനി 12 to 13 എങ്ങനെയാന്ന് നോക്കാം. 2012 7,13,000 രൂപയുടെ സെയിൽ ഉണ്ടായി. 13 8,19,950 മൈനസ് 7,13,000. അപ്പോൾ കൂടിയത് 8,19,950 മൈനസ് 7,13,000 is equal to 1,06,950 വർധനവ് ഡിവൈഡഡ് ബൈ 7,13,000 into 100 divided by 7,13,000 into 100. അവിടെയും റേറ്റ് 15 തന്നെയാണ്, 15%. അപ്പോൾ ഒരേ റേറ്റ് ആണ്. സോ ട്രെൻഡ് പെർസെൻറ്റേജ് 15%. ഇപ്പൊ സപ്പോസ് ഇവിടെ 16% വന്നു എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ആവറേജ് എടുത്താൽ 15 + 16 ഡിവൈഡ് ബൈ 2 അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എല്ലാം സെയിം ആണ്. അപ്പൊ അപ്വേർഡ് ട്രെൻഡ് 15%. അപ്വേർഡ് ട്രെൻഡ് 15%. സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വസ്റ്റനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽസ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ട്രെൻഡ് പെർസെൻറ്റേജ് 15% ഓൾറെഡി കാൽക്കുലേറ്റഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് പീരീഡ് ഏതാ? 15th September 2013 ടു 15th December 2013. അതാണല്ലേ സ്റ്റാൻഡേർഡ് പീരീഡ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 16/9/2013 മുതൽ 30/9/2013 വരെ തന്നിട്ടുണ്ട്. എത്രയാ സെയിൽസ്? അത് സ്റ്റാൻഡേർഡ് പീരീഡിൽ വരുന്നതാണ്. 34,000 ആണ്. 34,000. അപ്പൊ അത് ഹാഫ് മന്ത് ആയി. നമുക്ക് 3 മാസത്തേതാണ് വേണ്ടത്. അപ്പൊ 3 മാസത്തിൽ ഹാഫ് മന്തിന്റെ സ്റ്റാൻഡേർഡ് ഫിഗർ 34,000 ആണ്. ഇനി 1,90,000 2013 തന്നിരിക്കുന്ന October 1 മുതൽ December 31 വരേക്ക് 1,90,000 തന്നിട്ടുണ്ട്. ആ 1,90,000 ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൽ December 15, 2013 മുതൽ December 31 വരെ 2013 വരേക്കുള്ള സെയില് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. 60,000. അപ്പോൾ 1,90,000 അകത്ത് 60,000 കുറച്ച് കഴിഞ്ഞാൽ ആ 2.5 മാസത്തെ ഫിഗർ കിട്ടും. 1,30,000 വരും. അതായത് സ്റ്റാൻഡേർഡ് സെയിൽ എന്ന് പറഞ്ഞാൽ 34,000 പ്ലസ് 1,90,000 എന്ന് പറയുന്ന 3 മാസമാണ്. അതിൻ്റെ അകത്ത് 2.5 മാസത്തെ ഫിഗർ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. 1/2 മാസത്തെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടല്ലോ.
മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽസ്. അപ്പോൾ ഷോർട്ട് സെയിൽസിൽ സ്റ്റാൻഡേർഡ് സെയിൽസ് എഴുതണം. സ്റ്റാൻഡേർഡ് സെയിൽസ് എഴുതുമ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട്. 16 9 13 ടു 30 9 13 തന്നിട്ടുണ്ട്. 30 9 13 ഹാഫ് മന്തിൻ്റെത് 34,000. സെപ്പറേറ്റ് വർക്കിംഗ് ഔട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇനി 1 10 13 ടു 1 10 13 ടു 1 10 13 ടു 15 12 വരെ അല്ലേ? 15 12 13 ഇപ്പോഴത്തേക്കല്ലേ 3 മാസം കംപ്ലീറ്റഡ് ആവും. അതെങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റിനിൽ തന്ന 1,90,000 അകത്ത് എത്ര കുറച്ചാൽ മതി? 1,90,000 അകത്ത് ഡിസംബർ മാസത്തെ ഹാഫ് മന്തിന്റെ സെയില് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അത് 60,000 ആണ്. 60,000 ആണ്. അപ്പോൾ 1,30,000 വരും. അപ്പൊ സ്റ്റാൻഡേർഡ് സെയില് 1,64,000 ആണ്. 1,64,000. 1,64,000. ട്രെൻഡ് 15%. ആഡ് 15%. 1,64,000 അതിന്റെ 15% 15 ഡിവൈഡഡ് ബൈ 100. 24,600 വരും. ഇൻക്രീസ്ഡ് ഫിഗർ. അപ്പൊ എക്സ്പെക്ടഡ് സെയിൽസ് 1,88,600 ആണ്. 1,88,600. എക്സ്പെക്ട് ചെയ്ത് 1,88,600 ആണ്. പിന്നെ ഡിസോർഡർ പീരീഡിലുള്ള സെയിൽ കുറച്ചാൽ മതി. ഡിസോർഡർ പീരീഡ് സെയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, അതും സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഡിസോർഡർ പീരീഡ് സെയിൽ എന്ന് പറയുമ്പോൾ ഡിസോർഡർ പീരീഡ് സെപ്റ്റംബർ 15 2014 ടു ഡിസംബർ 15 2014 വരെയൊക്കെയാണ് ഡിസോർഡർ പീരീഡ്. ആ ഡിസോർഡർ പീരീഡിന്റെ സെയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവിടെ ക്വസ്റ്റനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 16/12/2014 ടു 31/12/2014 വരെയൊക്കെ സെയിൽ 20,000 ആണ്. 20,000 രൂപയുടെ സെയിലാണ്. 20,000 രൂപയുടെ സെയിലാണ്. അത് ഡിസോർഡർ പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പീരീഡിന്റെ സെയിലാണ്. പിന്നെ ക്വസ്റ്റനിൽ പറയുന്നത് 16/9/2014, അതായത് ഫയർ ഉണ്ടാവുന്ന സ്പോട്ടിൽ ആ സെപ്റ്റംബർ മാസം ഒരു 5 പൈസയുടെ പോലും സെയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഡിസോർഡർ പീരീഡിന്റെ സെയിൽ കണ്ടുപിടിക്കാൻ എന്താ വഴി? ഡിസോർഡർ പീരീഡ് സെയിൽ കണ്ടുപിടിക്കാൻ 16/9/2014 മുതൽ 30/9/2014 വരെയൊക്കെ സെയിൽ ഇല്ല. അപ്പൊ ആ ഹാഫ് മന്ത് എടുക്കണ്ട. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ ആ ഡിസോർഡർ പീരീഡിൽ 3 മാസം വരില്ല. ലാസ്റ്റ് ഹാഫ് മന്ത് ഒഴിവാക്കണം. 3 മാസത്തേക്ക് 1,48,000 ആണ്. ആ 1,48,000 അകത്ത് ലാസ്റ്റ് 15 ഡേയ്സിന്റെ സെയിൽ തന്നിട്ടുണ്ട് 20,000. അപ്പൊ 1,28,000 അകത്ത് ആ 20,000 1,48,000 28,000 അല്ല 1,48,000 അകത്ത് ആ 20,000 കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസോർഡർ പീരീഡ് സെയിൽ കിട്ടും. അപ്പൊ എക്സ്പെക്ടഡ് സെയിൽസ് 1,88,600 ആണ്. ലെസ് ഡിസോർഡർ പീരീഡ് സെയിൽസ്. Disorder period sales, that is 1,48,000 minus 20,000. അങ്ങനെ 1,28,000 ആണ് ഡിസോർഡർ പീരീഡിന്റെ സെയിൽ. 1,28,000 ഡിസോർഡർ പീരീഡിന്റെ സെയിലാണ്. സോ ഷോർട്ട് സെയിൽസ് 1,88,600 മൈനസ് 1,28,000. അപ്പൊ 60,600 രൂപയാണ് ഷോർട്ട് സെയിൽസ്. 60,600 രൂപയാണ് ഷോർട്ട് സെയിൽസ്.
അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 ഫിനിഷ്. സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ എല്ലാ ക്വസ്റ്റിനും ഒരേ ഓർഡർ ഫോളോ ചെയ്യുന്നു. സ്റ്റെപ്പ് നമ്പർ 3 കാൽക്കുലേഷൻ ഓഫ് ജി പി റേറ്റ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ സബ്ജക്ട് മാറ്റർ ജി പി ആണ്. തൊട്ട് രണ്ടാമത്തെ ക്വസ്റ്റിനിൽ ഇതുപോലെയൊന്നുമല്ല. കാൽക്കുലേഷൻ ഓഫ് ജി പി റേറ്റ് ഫോർ ദ ലാസ്റ്റ് ഇയർ. ജി പി റേറ്റ് ഫോർ ദ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിന്റെ ജി പി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻഫർമേഷൻ വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിലുണ്ട്. ലാസ്റ്റ് ഇയറിന്റെ എൻ പി 2013 എൻ പി എത്ര 1,20,000 ആണ്. എല്ലാ ഫിക്സഡ് എക്സ്പെൻസസും ഇൻഷുർഡ് ആണ്. എത്ര 49,990 രൂപ ഇൻഷുർഡ് ആണ്. പിന്നെ ലാസ്റ്റ് ഇയറിന്റെ സെയിൽസ് 8,19,950. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സബ്ജക്ട് മാറ്ററും ഇവിടുത്തെ സബ്ജക്ട് മാറ്ററും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ജി പി റേറ്റിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ? 1 lakh, ലാസ്റ്റ് ഇയറിന്റെ എൻ പി 1,20,000 പ്ലസ് ഇൻഷുർഡ് ഫിക്സഡ് എക്സ്പെൻസസ് 43,990 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ഇയറിന്റെ സെയിൽസ് 8,19,950 ആണ്. 950 into 100. 1,63,990 divided by 8,19,950 into 100. Correct 20%. GP rate 20%. 20%. Then step number 4, calculation of loss of profit. 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 Short sales already calculated. 60,600. അപ്പോൾ 60,600 into 20 divided by 100. 12,120. Number 5, add additional expenses due to fire. ഈ ക്വസ്റ്റ്യനിൽ additional expenses ഇല്ല. Add additional expenses due to fire നില്ല. 12,120. അടുത്ത സ്റ്റെപ്പ് less savings in expenses. Less savings in expenses ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ gross claim 12,120. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വേണം. അത് തീരുമാനിക്കണമെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് കാൽക്കുലേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കണമെങ്കിൽ പോളിസി എമൗണ്ടിനെ ഇൻഷുറബിൾ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ പോളിസി എമൗണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh ആണ്. ബട്ട് ഇൻഷുറബിൾ എമൗണ്ട് തന്നിട്ടില്ല. ഇൻഷുറബിൾ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 months അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ജി പി ആവണല്ലോ. അപ്പോൾ ഇൻഷുറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് കൊടുക്കാം. വർക്കിംഗ് നോട്ട് number 1, calculation of insurable amount. ഇൻഷുറബിൾ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 months അഡ്ജസ്റ്റഡ് സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫയർ ഉണ്ടാവുന്ന ഡേറ്റിന് തൊട്ട് മുന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ September 15th, 2040
അതിന് പുറകിലേക്ക് ഒരു 12 മാസം പോകണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 2030 ടു 15/9/2040. ഇതാണല്ലോ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് 12 മന്ത്. ആ സെയിൽസിന്റെ അഡ്ജസ്റ്റഡ് സെയിൽസിന്റെ ജി പിക്ക് തുല്യമായിട്ടുള്ള പോളിസിയാണ്. ഈ ക്വസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ്, വേറെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സ്പ്ലിറ്റ് ചെയ്ത പോർഷനൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് 2013 സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരേക്ക് ഉള്ള സെയിൽ തന്നത്, അത് പഴയ സെയിലാണ്. 34,000 രൂപ തന്നിട്ടുണ്ട്. 34,000 രൂപ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് പഴഞ്ചനാണ്. അതിന്റെ പുതിയ ഫിഗർ കണ്ടുപിടിക്കുക. മീൻസ് 15% നമ്മൾ കണ്ടുപിടിച്ച ട്രെൻഡ്, അത് ആഡ് ചെയ്യുക. 34,000 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതുകൂടാതെ സെപ്റ്റംബർ 16 2013 മുതൽ വേണേ. അപ്പോൾ ആ ഹാഫ് മന്തിന് 34,000. പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ എത്രയാ? 1,90,000. അതും പഴഞ്ചൻ സെയിലാണ്. ആ 34,000 പ്ലസ് 1,90,000 ആഡ് ചെയ്തിട്ട് അതിനോട് 15% ആഡ് ചെയ്യാം. പിന്നീട് 2014 സെപ്റ്റംബർ 16 വരേക്കുള്ള സെയില് പുതിയ സെയിലാണ്. ട്രെൻഡ് അഡ്ജസ്റ്റഡ് ഫിഗർ ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏത് സെപ്റ്റംബർ 2014 സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരേക്ക് പുതിയ സെയിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വേണമെങ്കിൽ പീസ് പീസ് ആയിട്ട് കാണിക്കാം. 16/9/13 ടു 30/9/13 പഴഞ്ചൻ സെയിൽ 34,000 ആണ്. ഇനി 1/4/13 സോറി 1/4 അല്ല 1/10 കേട്ടോ. ഒക്ടോബർ ഫസ്റ്റ് എന്തായിരുന്നു? 16/9/13 ടു 30/9/34 അത് പഴഞ്ചനാണ്. 1/10/13 ടു 31/12/13 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 1,90,000. ഇതൊക്കെ പഴഞ്ചൻ ഓൾഡ് സെയിൽസ് ആണ്. ട്രെൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് ഇത് രണ്ടും. 34,000 പ്ലസ് 1,90,000 ഈസ് ഈക്വൽ ടു 2,24,000. ഇതിനോട് എത്ര പെർസെന്റ് ആഡ് ചെയ്യാം? ആഡ് 15%. അപ്പോൾ ഇതിന്റെ പുതിയ വാല്യൂ കിട്ടും 15%. ആഡ് 15%. 33,600. 33,600. 2,57,600. 57,600. അപ്പോ 3.5 മാസത്തേതായിട്ടുണ്ട്. ഫയർ ഉണ്ടാവുന്ന വർഷത്തെ ലാസ്റ്റ് സെപ്റ്റംബർ 16 2009 മുതൽ 30/9 ആ ഹാഫ് മന്തിൽ സെയിൽ ഒന്നുമില്ല. അപ്പൊ ഇതിനോട് എന്താ ആഡ് ചെയ്താൽ മതി? ആഡ് 2014 കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ? 34,000 1,90,000. ഓക്കെ, അപ്പൊ ഇതിനോട് എന്താ ആഡ് ബാക്ക് ചെയ്താൽ മതി? ഈ 2014 സെയിൽസ് ഫിഗേഴ്സ് ആഡ് ബാക്ക് ചെയ്താൽ മതി. ഏതൊക്കെ? ഫയർ ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം വരേക്കുള്ളത് എത്രയാ? 1,62,000 ആഡ് ബാക്ക് ചെയ്യാം. പിന്നെ 2,21,000
1000 ആഡ് ബാക്ക് ചെയ്യാം, പിന്നെ 1,75,000 ആഡ് ബാക്ക് ചെയ്യാം. ലാസ്റ്റ് ഹാഫ് മന്തിന് സെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റഡ് സെയിൽസ് കിട്ടും. 2,57,600 പ്ലസ് 1,62,000 പ്ലസ് 2,21,000 പ്ലസ് 1,75,000, അങ്ങനെ 8,15,600. 8,15,600 ആണ് അഡ്ജസ്റ്റഡ് സെയിൽസ്. അപ്പോൾ ജി പി 8,15,600 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. 1,63,120 രൂപയാണ് ഇൻഷുറബിൾ എമൗണ്ട്. അപ്പോൾ നമ്മൾ പോളിസി എടുത്തത് ജസ്റ്റ് 1 ലാഖിൻ്റെതാണ്. അപ്പോൾ അണ്ടർ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണം. നമ്പർ 7, application of average clause. Application of average clause. Final claim is equal to policy amount 1 lakh. Policy amount 1 lakh divided by insurable amount 1,63,000 to 1,63,120 into gross 12,120. 1 lakh divided by 1,63,120 into 12,120. So equals the answer 7,430. 7,430 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ 7,430 രൂപയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇൻഷുറബിൾ എമൗണ്ട് തന്നിട്ടില്ല എന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇൻഷുറൻസ് ക്ലെയിം ആയിരുന്നു. വെറൈറ്റി ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനാണ് തന്നത്. ഇതേപോലെ മറ്റുള്ള ടോപ്പിക്കുകളിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനിയും പുതിയ വീഡിയോ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ ടോപ്പിക് സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.